സംഗതി ഒരു ഏകപക്ഷീയമായി നിലപാട് സ്വീകരിച്ചു. PMC പദ്ധതിയിൽ ഒപ്പിട്ടു. അത് മന്ത്രിമാരറിഞ്ഞിട്ടാണോ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഗവൺമെൻറ് തീരുമാനം ഉണ്ടായിട്ടില്ല. ഗവൺമെൻറ് ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ റവന്യൂ മന്ത്രിയായിട്ടുള്ള സഖാവ് രാജൻ ക്യാബിനറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കതിൽ വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമില്ലാതെ അത് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൽ വിമർശനം ഉണ്ടാകും. എന്തായാലും പാർട്ടി ആലോചിക്കട്ടെ, അതിനനുസൃതമായ ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ കാര്യത്തിൽ പറയുന്നുള്ളൂ. വിദ്യാഭ്യാസ വകുപ്പ് എടുത്തൊരു തീരുമാനം മാത്രമായിട്ടേ കരുതുന്നുള്ളൂ. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രി സ്ഥലത്തില്ല, മുഖ്യമന്ത്രി വിദേശത്താണ്. PMC പദ്ധതിക്ക് LDF എതിരായിരുന്നു, CPI എതിരാണ്, CPM എതിരാണ്. LDFിൽ തന്നെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് ചർച്ച ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം ദേശീയ വിദ്യാഭ്യാസ നയം ഗവൺമെൻറ് അംഗീകരിച്ചപ്പോൾ അത് കേരളത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ടോ, അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടി അന്ന് LDF ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു, ഒരു 6 അംഗ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചിട്ട് ഞങ്ങൾ കേരളത്തിൽ ഇത് നടപ്പിലാക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ PMC പദ്ധതി. PMC പദ്ധതി വേറെ, പിന്നെ ദേശീയ വിദ്യാഭ്യാസ നയം വേറെയില്ല. PMC പദ്ധതി നടപ്പിലാക്കിയാൽ ഫലത്തിൽ നമ്മൾ വിദ്യാഭ്യാസ നയത്തിലേക്ക് പോവുകയാണ് പതുക്കെ. അത് പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളന്ന് ബ്ലോക്ക് ചെയ്തത്. കാരണം ദേശീയ വിദ്യാഭ്യാസ നയം ഹിന്ദുരാഷ്ട്രവാദം അംഗീകരിച്ചുകൊണ്ട് ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി ഉള്ള നിലപാടുകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നയമാണ്. അവിടെ കരിക്കുലം അങ്ങനെയാണ്, വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെയാണ്, പാഠ്യപദ്ധതി അങ്ങനെയാണ്. അത് നമുക്ക് സ്വീകാര്യമല്ല. നമ്മൾ ഇന്ത്യയിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ മികവ് പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ്. സാർവദേശീയ നിലവാരത്തിൽ പോലും ചില മേഖലകളിൽ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളും ക്രിസ്ത്യൻ മുസ്ലിം സംഘടനാ മിഷണറിമാരും അവരെയൊക്കെ മുൻകൈയൊക്കെ പഴയ കാലത്തുണ്ട്. അങ്ങനെ വളർന്ന അതാ പ്രസ്ഥാനം. അതിനെയൊക്കെ പുറകോട്ടടിക്കുന്ന തരത്തിലേക്ക് ഒരു നിലപാട് കേരളത്തിലെടുക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് LDF അതിന് വേണ്ട തീരുമാനിച്ചത്. അങ്ങനൊരു തീരുമാനം നിലനിൽക്കുമ്പോൾ LDFിൽ ചർച്ച ചെയ്യാതെ, പാർട്ടികൾ തമ്മിൽ ഒന്ന് കൂടിയാലോചിക്കാതെ, എല്ലാ പെരുമാറ്റ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ ഏകപക്ഷീയമായി ആ PMC കരാറ് ഒപ്പിടാൻ എന്താണ് അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ ഇടയായത് എന്നറിയില്ല. ഏതായാലും ഗൗരവമായി അതൊക്കെ ആലോചിക്കുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടി അടിയന്തര യോഗം കൂടുന്നുണ്ട്. അവരതിലൊരു നിലപാട് സ്വീകരിക്കും. അതിൽ പാർട്ടിക്ക് ഖണ്ഡിതമായ ഒരു അഭിപ്രായം PMC പദ്ധതി നടപ്പിലാക്കരുത്, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കരുത് എന്ന് തന്നെയാണ്. അതിൽ നിന്ന് ഇനി മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇന്ന് പാർട്ടി ഒരു തീരുമാനം എന്തായാലും ആ കാര്യത്തിലൊക്കെ വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാവണം. പരസ്പരം എല്ലാ കാര്യങ്ങളും CPI പറയുന്ന മുഴുവൻ കാര്യങ്ങളും LDFിന് അംഗീകരിച്ചുകൊള്ളുന്ന ഇല്ല. CPM പറയുന്ന എല്ലാ കാര്യങ്ങളും CPI അംഗീകരിച്ചുകൊള്ളുന്നില്ല. ഒരു മുന്നണിയാകുമ്പോൾ പരസ്പരം ആശയവിനിമയം നടത്തി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതോട് വിട്ടുവീഴ്ച ചെയ്ത് യോജിച്ച പോലാണ് ഒരു മുന്നണി സംവിധാനം. അതാണ് പാർട്ടികൾ തമ്മിലുള്ളൊരു പെരുമാറ്റ മര്യാദ. അത് ലംഘിച്ച് ആരോടും ആലോചിക്കേണ്ടതില്ല, ഏകപക്ഷീയമായി എന്തും ചെയ്യുക എന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നറിയില്ല. ഏതായാലും ഗുരുതരമായ ഒരു പ്രതിസന്ധി ഈ വിഷയത്തോടനുബന്ധമായി കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് രമ്യമായി പരിഹരിക്കണം. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി കൂടുതൽ കെട്ടുറപ്പോടുകൂടി നിലനിൽക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിലപാടുകളോടും ഒറ്റക്കെട്ടായി നിന്ന് ജനങ്ങളെ പിൻബലത്തിൽ നിർത്തി, ജനങ്ങളെ കൂട്ടി നിർത്തിക്കൊണ്ടാണ് അതിന് മുഴുവൻ നേരിട്ടത്. സാമ്പത്തികമായി പ്രതിസന്ധികളുണ്ടാക്കി ഞെരുക്കി ഈ ഗവൺമെൻറ് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചപ്പോഴും നമ്മൾ പിടിച്ചു നിന്നത് ഈ ജനകീയ പ്രതിരോധത്തിലൂടെയാണ്. അതിന് വിള്ളൽ വീഴാൻ ഇടവരുത്തരുത്. ഈ മുന്നണിയെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാവണം. ഈ PMC പദ്ധതിയിലും ഒരു വ്യക്തമായ സമീപനവും കാഴ്ചപ്പാടും മുന്നണിയും
പാർട്ടികളും സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.